രാജസ്ഥാനിലെ ദിസ എന്ന പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ പൊളിച്ചു നീക്കുവാനായി സംഘപരിവാർ സംഘടനകൾ JCBയുമായി വന്നു വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മലയാളിയായ പാസ്റ്റർ തോമസ് ജോർജ്, അദ്ദേഹം കട്ടപ്പന സ്വദേശിയാണ്. അദ്ദേഹമാണ് കഴിഞ്ഞ 22 വർഷമായി ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നത്. 500-ലധികം അംഗങ്ങൾ ഓരോ ഞായറാഴ്ചയും ആരാധനയിൽ പങ്കെടുക്കുന്ന വലിയൊരു സഭയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആ സഭ പൊളിച്ചു നീക്കുവാനായിട്ടുള്ള തന്ത്രങ്ങളുമായി സംഘപരിവാർ സംഘടനകൾ ഹാളിനകത്ത് കയറി അക്രമങ്ങൾ നടത്തുകയും പലവിധമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഈ പാസ്റ്റർക്കെതിരെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് കേസ് കൊടുത്തിരിക്കുന്നു. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അദ്ദേഹം അതിനെ തുടർന്ന് നാട്ടിലേക്ക് പോരുകയും ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് അദ്ദേഹം പാർക്കുകയും ചെയ്യുന്നു. കോടതിയിൽ ജാമ്യാപേക്ഷ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. എന്നാൽ 14-ാം തീയതി മാത്രമേ ഇനി ആ ജാമ്യാപേക്ഷ പരിഗണിക്കുകയുള്ളൂ എന്നറിയുന്നു. അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും അദ്ദേഹത്തിൻ്റെ അഭിമുഖങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ മീഡിയയിൽ വന്നിരുന്നു. ഇപ്പോൾ ഹല്ലേലൂയയുമായി അദ്ദേഹം സംസാരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തെക്കുറിച്ചുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ ചേർത്ത് അദ്ദേഹം ഹല്ലേലൂയയുമായി സംസാരിക്കുന്നു. കേൾക്കുക. പാസ്റ്റർ തോമസ് ജോർജ് കഴിഞ്ഞ 22 വർഷമായി രാജസ്ഥാനിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. രാജസ്ഥാനിൽ എവിടെയാണ് കൃത്യമായിട്ട്? അതെവിടെയാ? ജയ്പൂരിൽ നിന്ന് ദൂരത്തിലാണിത്. ജയ്പൂരിൽ 60 കിലോമീറ്റർ അടുത്ത ഡിസ്ട്രിക്റ്റ് ആണ് ദൗസ. ഓക്കെ, എങ്ങനെ അവിടെ എത്തിപ്പെട്ടെ? ജയ്പൂരിൽ എൻ്റെ ഫാദറിന്റെ അനിയനുണ്ടായിരുന്നു. പുള്ളിയുടെ ചർച്ചിലെ അഗപ്പെ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ചർച്ചുണ്ട്. ആ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഞാൻ അവിടുന്ന് ആ ചർച്ചുമായുള്ള ബന്ധത്തിലാണ് ഇവിടെ ദോസയിൽ പ്രവർത്തനത്തിന് പോകുന്നത്. ഓക്കെ, അതിനു മുൻപ് എവിടെയായിരുന്നു വെച്ചാൽ? അതിനു മുമ്പ് ഞാൻ കുറച്ച് നാള് ഹൈദരാബാദിലായിരുന്നു, നാട്ടിലായിരുന്നു. ഹൈദരാബാദിൽ വന്നു. പക്ഷേ ബൈബിൾ കോളേജിൽ പഠിച്ചതൊക്കെ ഞാൻ ജയ്പൂരിലാണ് പഠിച്ചത്. അവിടുത്തെ ഒരു അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചിലാണ് ഞാൻ പഠിച്ചത്. ബൈബിൾ സ്കൂളിലാണ് പഠിച്ചത്. ഓക്കെ ഓക്കെ. എങ്ങനെയാണ് ഈ നോർത്ത് ഇന്ത്യയിലോട്ട്, രാജസ്ഥാനിലോട്ടൊക്കെ എത്തിപ്പെടുന്നത്? എങ്ങനെയാണ്? ശരിക്കും ഈ സുവിശേഷ വേലയായിട്ട് ബന്ധപ്പെട്ടാണോ പോകുന്നത്? ഞാൻ അല്ലാത്തൊരു ജോലിയൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ ഹൈദരാബാദിലൊക്കെ ഒത്തിരി വർഷം കൊണ്ടായിരുന്നു. പക്ഷെ ഒരു ദൈവത്തിന്റെ ഒരു കോളിംഗ്, ഒരു ദൈവിക കോളിംഗ് എനിക്കുണ്ടായി. ഞാൻ അറിയാത്ത ദേശത്ത്, അറിയാത്ത ഭാഷക്കാരുടെ അടുത്ത് ഞാൻ നിന്നെ അയക്കുന്നുള്ള ഒരു കോളിംഗ് എനിക്കുണ്ടായി. ഒരു ദേവദാസ സമൂഹത്തിനുണ്ട്. അങ്ങനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി, ഒരു സമർപ്പണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ എൻ്റെ സെക്കുലറായുള്ള ജോലികളെല്ലാം ഞാൻ നിർത്തിവെച്ച് ഞാൻ അവിടുന്ന് നാട്ടിൽ നിന്ന് രാജസ്ഥാനിൽ വരികയാണ് ചെയ്തത്. എനിക്കൊരു അറിവും ഇല്ലായിരുന്നു, ഭാഷ അറിയത്തില്ലായിരുന്നു. ആരും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ദൈവം എന്നെ അയച്ചത്. ഓക്കെ, ഇപ്പൊ അവിടെ 21 വർഷമായിട്ട് ഈ ഒരു സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിക്കുകയാണ്. 22 വർഷം കഴിഞ്ഞ് 22ാമത്തെ വർഷമാണ് ഇപ്പോൾ. ഒരു സെയിം സ്ഥലത്ത് തന്നെ, ഒരു സ്ഥലത്ത് തന്നെ. ഓക്കെ, ആ സഭയിൽ എത്ര അംഗങ്ങളുണ്ട്? ഏകദേശം 400 മേളിൽ ആൾക്കാരുണ്ട് ഇപ്പോൾ ചർച്ചിൽ. 400-ലധികം ആളുകളുള്ള ഒരു സഭ 21 വർഷമായിട്ട് അവിടെ പ്രവർത്തിച്ചു വരുന്നു. ഈ മുൻകാലങ്ങളിൽ എപ്പോഴെങ്കിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? ഇതുവരെയായിട്ട് 21 വർഷത്തിനോടൊക്കെ ഇതുവരെ ഒരു പ്രശ്നവും ഞങ്ങളുടെ ചർച്ച ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. പല സ്ഥലങ്ങളിൽ വാടകയ്ക്കൊക്കെ ആയിരുന്നു ചർച്ച ആദ്യം നടത്തിയിരുന്നത്. പല സ്കൂളുകളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് സ്ഥലം വാങ്ങിച്ചു, ചർച്ച ഉണ്ടാക്കി, പാഴ്സന ഉണ്ടാക്കി. ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ആദ്യമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ മാസം 29-ാം തീയതി സംഭവിച്ചത്. ഈ ജൂൺ മാസം 29-ാം തീയതി കൃത്യമായിട്ട് എന്തോ സംഭവിക്കുന്നത്? ജൂൺ മാസം 29-ാം തീയതി സർവീസ് നടത്തിക്കൊണ്ടപ്പോൾ ആൾക്കാരെല്ലാം ചർച്ച നടത്തിയ ആൾക്കാരുണ്ട്. സർവീസ് നടത്തിക്കൊണ്ടപ്പോൾ ഒരു പോലീസുകാരൻ വന്ന്, ഞാൻ മെസ്സേജ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ എന്നെ പറഞ്ഞു, സാറ് വിളിക്കുന്നു, വരാൻ പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി ചെന്നു കഴിഞ്ഞപ്പം സർക്കിൾ ഇൻസ്പെക്ടർ തൊട്ടപ്പുറത്ത് ജീപ്പിൽ ഇരിപ്പുണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, യേശുവിനോടുള്ള പ്രാർത്ഥനയാണ്. എത്ര നാളായി തുടങ്ങിയിട്ട്? ഞാൻ പറഞ്ഞ 22 വർഷമായിട്ട് ഞാൻ ഇവിടെ ഉണ്ട്. പക്ഷെ ഞാൻ ഈ പർട്ടിക്കുലർ പ്ലേസിൽ വന്നിട്ട് 7 വർഷമായി. എപ്പോഴാണ് തുടങ്ങുന്നത്? 7 മുതൽ 9 മണി വരെയാ. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പാസ്റ്റർ ആണോ? പാസ്റ്റർ ആണെങ്കിൽ പാസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു പാസ്റ്ററാണ്. അതിന്റെ പേപ്പറെല്ലാം കൊടുത്ത് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവിടെ ആൾക്കാർ ആരാ വരുന്നത്? ഇങ്ങനെ നമ്മുടെ ആൾക്കാർ വരുന്നുണ്ട്, ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പുതുതായിട്ടൊക്കെ വരുന്നുണ്ട്, വരുന്നവരും പോകുന്നവരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ചർച്ചിലുള്ള 2 ഒരു സഹോദരനും രണ്ടും ഗവൺമെന്റ് ജോലിക്കാരാ. അവരിറങ്ങി വന്നേച്ച് അവർ വിചാരിച്ച് എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നതാണ്. അവര് പറഞ്ഞു, അവരവരുടെ ഐഡന്റിറ്റി പറഞ്ഞു. പെങ്കൊച്ച് ഒരു BD ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസറാണ്. പിന്നെ അവളുടെ ആങ്ങള
ഒരു ഗവൺമെന്റ് ജോലിക്കാരനാണ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ അവര് എന്നിൽ നിന്നുള്ള ആ ഇതങ്ങ് മാറ്റി വെച്ച് പിന്നെ ഗവൺമെന്റ് ജോലിക്കാർ സൂയിസൈഡ് വേല ചെയ്യുന്നു, സൂയിസൈഡ് വേലയല്ല, ധനം പരിവർത്തനം ചെയ്യുന്നുള്ള ഒരു ഐഡിയയിലേക്ക് അങ്ങ് വന്നു. ആ പെൺകൊച്ച് ഓൾറെഡി ഇപ്പൊ സസ്പെൻഷനാണ്. ആ ചെറുക്കൻ അവനെ സസ്പെൻഡ് സ്ഥലം മാറ്റം കൊടുത്തു. അതങ്ങനെ ഇരിക്കുന്ന ഇപ്പോഴത്തെ കണ്ടീഷനിൽ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ അവരോട് സാറേ ഞാൻ ഇനി പൊക്കോട്ടെ, എനിക്കുള്ള ആവശ്യമാണ്. ഇല്ല പൊക്കോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ചർച്ചകത്ത് പോയി ബാക്കി മെസ്സേജ് എല്ലാം കൊടുത്ത് ലാസ്റ്റ് പ്രാർത്ഥന ഉണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞു. പ്രാർത്ഥന കഴിഞ്ഞേച്ച് പുറത്ത് ആ സമയത്ത് ചർച്ചകത്തോട്ട് കുറെ ആൾക്കാർ പോലീസുകൊണ്ട് അങ്ങ് പോയി. ഞാൻ വിചാരിച്ച അങ്ങ് പോയായിരിക്കും. കുറെ ആൾക്കാർ 10, 30, 40 ആൾക്കാർ ഓടിക്കേറി വന്ന് ഹനുമാൻ സേനക്കാരും പിന്നെ ബജരംഗദൾ, RSS അതിൽ ഭയങ്കര ബഹളം വെച്ച് ബന്ധുക്കരോ സീസ് കരോ എന്നും പറഞ്ഞ് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കയറും. ഞങ്ങളുടെ പോലീസ് പോയി കഴിഞ്ഞാണ്. അല്ല, പോലീസ് അന്നേരം ഓൾറെഡി പോലീസിന് അറിയാമായിരുന്നു. പോലീസ് മാറി നിൽക്കുകയായിരുന്നു. പോയി കഴിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോഴത്തെ പോലീസ് ഓൾറെഡി വന്നു. അന്നേരം പോലീസ് വന്നു. അപ്പം പോലീസ് ഇതിനകത്ത് കയറി ഇവിടെ ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് ചാണകത്തിലൊക്കെ ചവിട്ടി ചെരുപ്പൊക്കെ ഇട്ടുകൊണ്ട് അകത്ത് കയറി വളരെ മോശമായി ഞങ്ങളുടെ ചർച്ചയൊക്കെ നാളെ കാര്യമായിട്ട് ഞങ്ങൾ നോക്കുന്നത്. അതിനകത്ത് കയറി ഒരു ഭീകരാന്തരീക്ഷമൊക്കെ ഉണ്ടാക്കി. പക്ഷെ അവരുടെ ഉദ്ദേശം എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും ചർച്ചിനകത്ത് നിറച്ച ആൾക്കാരുടെ തല്ലിപ്പൊട്ടിക്കാരോ അങ്ങനത്തെ പരിപാടികളൊന്നും നടന്നില്ല. തൊട്ട് പുറകെ പോലീസ് വന്ന് അവിടെ പുറത്തിറക്കി കഴിഞ്ഞേച്ച് ഗേറ്റിൽ പുറത്താക്കി. അവർ ഭയങ്കര ബഹളം വെച്ച് അവിടെ നിന്ന്. എൻ്റെ CCTV ഒക്കെ ഉണ്ട്. ഭയങ്കര ബഹളം എല്ലാം വെച്ച് കഴിഞ്ഞ് അന്നേരം തന്നെ DVSP വന്നു. അവിടെ DVSP എന്നോട് ചോദിച്ചു, നിങ്ങളാണോ ഇവിടുത്തെ മുഖ്യ? ഞാൻ പറഞ്ഞത് അതെ. നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഉണ്ടോ? ഞാൻ പറഞ്ഞുണ്ട്. രജിസ്ട്രേഷൻ്റെ ഞങ്ങളുടെ അതിന്റെ റെക്കോർഡുകളെല്ലാം ഞാൻ കൊടുത്തു. പാസ്സാണോ? പാസ്വേഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞപ്പം DVSP എന്ന് വെച്ചാൽ അവരോട് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നവരൊന്നും ഇതെല്ലാം രജിസ്റ്റേർഡ് ബോഡിയാണ്, രജിസ്ട്രേഷൻ ഉള്ളതാണ്, അവർക്കും പ്രാർത്ഥിക്കാൻ അവകാശമുണ്ട്. എന്നിട്ടും നിയമന്മാർ സമ്മതിക്കത്തില്ല. ഭയങ്കര ബഹളം വെച്ച് അങ്ങോട്ട് പിന്നെ അത് കഴിഞ്ഞ അന്നേരം വിശ്വാസികളൊക്കെ സ്ട്രോങ് ആണ്. അവർ പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ വിട്ടിട്ട് നാം കൈമ്പിനെ ആയെങ്കിൽ ഈ അമ്മയുടെ ചർച്ച എന്നൊക്കെ പറഞ്ഞ് അവരും സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പോലീസ് അവരെ പറഞ്ഞെല്ലാം വിട്ടു. എല്ലാം സമാധാനമായി. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളുടെ അന്ന് തന്നെ ഞാൻ ഞങ്ങളുടെ നേതൃത്വത്തേക്ക് അറിയിച്ച അവര് നമുക്കും കേസ് കൊടുക്കണം, ഇങ്ങനെ ചെയ്യാൻ നടക്കാൻ പറ്റുന്ന കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് വക്കീലിന്റെ അടുത്ത് പോയി കേസിന്റെ കാര്യം എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് DVSP എന്നെ വിളിച്ചു. എവിടാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താ. ഇന്ന് വരികയല്ലെന്ന് പറഞ്ഞു. വരുമ്പോ എന്നെ കാണണമെന്ന് പറഞ്ഞ് പുള്ളി ഫോൺ കട്ട് ചെയ്തു. തിരിച്ച് ഞാൻ അവിടുന്ന് വരുന്ന സമയത്ത് ഞാൻ CCTV നോക്കിയപ്പോഴത്തേന് ഏകദേശം 3 വണ്ടി പോലീസ് നിറച്ച് ബുധനാഴ്ച 1 മണി മുതൽ 3:30 വരെ ചർച്ചിന് മുന്നിൽ അവർ എഡിറ്റ് ചെയ്ത് കിടന്നു. ഞാൻ വിചാരിച്ചു ഇത് പ്രശ്നമാണല്ലോ, എന്തെങ്കിലും അത്യാവശ്യം എന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നാണെന്ന് വെച്ചാൽ ഞാൻ ചർച്ചയിൽ പോയില്ല. ചർച്ചിൽ ഞാൻ മാത്രമല്ല, വൈഫ് നാട്ടിലായിരുന്നു. ഞാൻ മാത്രമുള്ള സമയത്ത് ചർച്ചിൽ പോകാതെ 6 മണി ആയപ്പോഴത്തേനും എൻ്റെ വണ്ടി അവിടെ കിടന്ന വണ്ടി എടുക്കാൻ വേണ്ടി ഡ്രൈവറെ ഞാൻ പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് അവര് ആ കാര്യം കൊണ്ട് ഞാൻ ചുരുക്കി പറയാം. പിറ്റേ ഞായറാഴ്ച ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞായറാഴ്ച ഏകദേശം 500ഓളം ആൾക്കാർ വന്ന് ചർച്ച് പൊളിക്കണമെന്ന് പറഞ്ഞു വന്ന് JCB ഒക്കെ ആയിട്ട് വന്നു. അതിൻ്റെയൊക്കെ CCTV ഒക്കെ കണ്ടു കാണുമായിരിക്കും. ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. അത് അന്ന് പോലീസ് ഒന്ന് നല്ലപോലെ സഹായിച്ച് ഏകദേശം 100 പോലീസുകാർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തന്നു. ചർച്ചിനകത്ത് ആരും കയറാതെ ചർച്ചിനകത്ത് ആൾക്കാർ ഇടിച്ചു കയറിയപ്പോൾ അവരെ ലാത്തി കൊണ്ട് അടിച്ചു ഓടിച്ചതെല്ലാം സംഭവിച്ചു അന്നത്തെ ദിവസം. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞ് ഞങ്ങളുടെ പോലീസ് പ്രൊട്ടക്ഷൻ തരാമെന്ന് പറഞ്ഞ് വൈകിട്ട് 6 മണി വരെ പോലീസുകാരെ DVSP യോടെ വെച്ചു. ഞാനോട് നല്ല ദിവസം സംസാരിക്കാൻ കാര്യങ്ങൾ ചെയ്തു. പിന്നെ എന്നോട് പറഞ്ഞു അടുത്ത ദിവസം പറഞ്ഞ് നിങ്ങൾ ആരാധന മാറ്റി വെക്കണം ഇവിടുന്ന്. ഞാൻ പറഞ്ഞു സാറ് അത് നടക്കത്തില്ല, ഞങ്ങളുടെ ചർച്ചാണ്, ഞങ്ങൾക്ക് അങ്ങനെ ആരാധന മാറ്റി വെക്കാൻ പറ്റുമോ? സാറ് ഒരു അമ്പലം നടത്തണമെന്ന് പറയാൻ പറ്റുമോ? അന്നേരം ശരി. പിന്നെ സമയം മാറ്റാൻ പറഞ്ഞു. രാവിലെ 7 മണി മുതൽ 9 മണി വരെ സമയമാക്കി പോലീസ് പ്രൊട്ടക്ഷനോടെ. അങ്ങനെ 2 ആഴ്ച ആരാധന നടന്നു. 2 ആഴ്ച ആരാധന സമാധാനമായി എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേനുമാണ് 15-ാം തീയതി എൻ്റെ പേരിൽ FIR ഇട്ടു. അപ്പൊ ഞാൻ അന്നേരം നാട്ടിലേക്ക് ഞാൻ പോലീസ് പറഞ്ഞിട്ടാണ് വന്ന നാട്ടിലേക്ക് പോവാണെന്ന്. അപ്പൊ അവിടുന്ന് പോലീസുകാരൻ വിളിച്ചിട്ട് ചോദിച്ചു, തോമസ് എവിടാ? ഞാൻ പറഞ്ഞു ഇന്ന നാട്ടിലാണ്, ഞാൻ DVSP പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, ഇനി എന്നാ വരുന്നത്? ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് വൈകുന്നേരം അറിയാൻ പറ്റി എൻ്റെ പേരിൽ FIR ഇട്ടു. 196 A1, 196 AB, 1B, 299 353. ഇതിനകത്ത് 2 വകുപ്പ് ജാമ്യമില്ലാത്ത വകുപ്പാണെന്ന് അറിയാൻ സാധിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നാട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പലരോട് സമ്പർക്കം പോയിട്ട് പിന്നെ ഉടനെ ഇപ്പം അങ്ങോട്ട് പോകണ്ടെന്നുള്ള രീതിയിൽ. അപ്പം FIR-നകത്ത് എൻ്റെ കേരളത്തിലെ അഡ്രസ്സും ഉണ്ട്. അപ്പം കേരളത്തിൽ എനിക്ക് നിൽക്കാൻ മേലാത്തൊരു സാഹചര്യം വന്നതുകൊണ്ട് ഞാൻ നേതൃത്വമൊക്കെ വെച്ചിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ഇപ്പം മാറി നിൽക്കുകയാണ്.
അപ്പോൾ ഞങ്ങളുടെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ നോർത്തേൺ റീജൻ AGNA വളരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവരാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. 27-ാം തീയതി ആദ്യത്തെ ഹിയറിംഗ് വെച്ചു. വക്കീലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് 27-ാം തീയതി അല്ല 29-ാം തീയതി ആണെന്ന് പറഞ്ഞു. 29-ാം തീയതി അവിടെ നിന്ന് വക്കീൽ ഞങ്ങളുടെ പാസ്റ്റർമാരുടെ അവിടെ ചെന്നു. അത് 1-ാം തീയതിക്ക് മാറ്റി. 1-ാം തീയതി ചെന്ന് കഴിഞ്ഞപ്പോൾ 1-ാം തീയതി അങ്ങോട്ട് കൊണ്ട് സംസാരം കഴിഞ്ഞ് പിന്നെ 4-ാം തീയതിക്ക് മാറ്റി. 4-ാം തീയതി ഇന്നലെ 4-ാം തീയതി 4-ാം തീയതിക്ക് മാറ്റി. ഇന്നലെ അതിനകത്ത് തീരുമാനം ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ വിശ്വാസികളെല്ലാം വക്കീൽ കൊണ്ടെല്ലാം പറഞ്ഞ 100 വിശ്വാസിയുടെ ഹോട്ടലിനകത്ത് കയറ്റി കഴിഞ്ഞ് വെച്ച് മജിസ്ട്രേറ്റ് ചോദിച്ചു നിങ്ങളെ തരംപുരത്തും. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളൊരു തരംപുരത്തും ചേർന്ന് ഞങ്ങൾ ഇപ്പോഴും ഞങ്ങളുടെ ധർമ്മത്തിൽ വിശ്വാസം, പക്ഷേ ഞങ്ങൾ യേശുവിനെ പ്രാർത്ഥിക്കത്തുള്ളൂ. അത് ഞങ്ങളുടെ അവകാശമാണ്. ഞങ്ങൾ അത് മാറ്റത്തില്ല. ഞങ്ങളുടെ പേര് ഇത് തന്നെയാണ്. ഞങ്ങളുടെ ആധാർ കാർഡിൽ നിങ്ങൾ നോക്കുക, ആധാർ കാർഡിൽ ഞങ്ങൾ ഹിന്ദുക്കൾ തന്നെയാണ്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന യേശുവിനെ പ്രാർത്ഥിക്കത്തുള്ളൂ. വളരെ സ്ട്രോങ് ആയിട്ടെല്ലാം അതെല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ഞങ്ങളുടെ വക്കീൽ ചോദിച്ചു, ഓൾറെഡി എനിക്കൊരു വക്കീൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ADF-കാര് ഒരു വക്കീലിനെ കൂടെ വെച്ച് 2 വക്കീലന്മാര് അന്ന് 4-ാം തീയതി ഏകദേശം 10 വക്കീലന്മാർ അവർക്ക് വേണ്ടി അവിടെ ചെന്നത്. ഞങ്ങൾ ഒരു വക്കീലേ ഉള്ളായിരുന്നു. അപ്പം ഒത്തിരി കാര്യങ്ങൾ അലിഗേഷന്റെ പേരിൽ ഇട്ടിട്ട് ഞാൻ ഒത്തിരി കാശ് വിദേശം ഒന്ന് കൊണ്ടുവന്ന മതം മാറ്റുകയാണ്. അതായത് നമ്മളെല്ലാം നോക്കാം, എന്റെ അക്കൗണ്ടെല്ലാം നോക്കാം, കുഴപ്പമൊന്നുമില്ല. ഇന്നലത്തെ കാര്യത്തിൽ വക്കീൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ചോദിച്ചു JCB ഉണ്ടെന്ന് എന്തിനാന്ന് ചോദിച്ചു. മജിസ്ട്രേറ്റ് JCB എന്തിനാണ് ഉണ്ടെന്ന് എന്റെ ഉദ്ദേശം അത് സവാരി എന്ന വാഹനമല്ലോ. അപ്പം അന്നേരം അവരെങ്ങാണ്ട് പറഞ്ഞു അത് പോലീസ് പറഞ്ഞിട്ടാണ്. അപ്പൊ പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഇന്നലത്തെ കാര്യവും റിപ്പോർട്ട് കിട്ടാഞ്ഞത് കൊണ്ട് 12-ാം തീയതിക്ക് ഇപ്പൊ മാറ്റി വെച്ചിരിക്കുക. അതാണ് എന്റെ കണ്ടീഷൻ. ജഡ്ജി ചോദിച്ചു ഇത് അറസ്റ്റ് വാറണ്ട് ഒന്നുമില്ല, പിന്നെ എന്തിനാ ആന്റിസെപ്റ്റിക് വയലെന്ന് ചോദിച്ചു. അറസ്റ്റ് വാറണ്ട് ഇല്ലല്ലോ, എന്റെ പേരിൽ ഇല്ല. അന്നേരം ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു ഇങ്ങനെ FIR ഇട്ടിച്ച് അന്വേഷണത്തെ വിളിച്ചിട്ട് ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്ത പല സംഭവങ്ങളുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് പേര് വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യുവര്. എന്റെ കയ്യിൽ ഓൾറെഡി എന്നെ അന്വേഷണത്തിന് പറഞ്ഞ് വിളിച്ചിട്ട് അറസ്റ്റ് ചെയ്യാമല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യാം. അതായത് പക്ഷേ അത് പ്രശ്നം വെച്ചാൽ 23-ാം തീയതി ഇവരൊരു കംപ്ലൈന്റ് കൊടുത്തെന്നാണ് ഞാൻ അറിഞ്ഞത്. കാരണം ആ 23-ാം തീയതി കംപ്ലൈന്റ് കൊടുത്തിട്ട് പോലീസ് അന്വേഷണം തുടങ്ങി. 29-ാം തീയതി ബഹളം വെച്ചു, 6-ാം തീയതി ബഹളം വെച്ചു. ഈ ബഹളം എല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും പോലീസിനോട് ചോദിച്ചപ്പോൾ പോലീസ് പറയുന്നത് ഞങ്ങൾക്ക് തെളിവൊന്നും കിട്ടിയിട്ടില്ല, നിങ്ങൾ തെളിവ് കൊണ്ടുപോകാം, ഞങ്ങളുടെ ഒരു തെളിവില്ല, ഞങ്ങൾ അന്വേഷിച്ച ഒരു തെളിവില്ലെന്ന് പറഞ്ഞു. ഇവര് പിന്നെ എന്തോ തെളിവ് ഉണ്ടാക്കി. അപ്പം ആരെങ്കിലും വിളിച്ചിട്ട് കാശ് തരാം, പാസ്റ്റർ വിളിച്ച് 10,000 തരാം, 5,000 തരാം എന്ന് പറഞ്ഞാൽ ആർക്കാ പറയിപ്പിക്കാൻ പറ്റത്തെ? 500 ചർച്ചിൽ വിശ്വാസികൾ വരുന്നത് എല്ലാവരും നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നും പറ്റുന്ന കാര്യമല്ല. ആൾക്കാർ വരുന്നു, നമ്മൾ അവർക്ക് വേണ്ടി ചിലപ്പോൾ പ്രാർത്ഥിക്കും, അവര് അഭിനയിച്ചുകൊണ്ട് വരും, എന്തെങ്കിലുമൊക്കെ തെളിവ് കൊണ്ടാക്കി കാണുമായിരിക്കാം. എനിവേ ഒന്നും നടക്കത്തില്ല, ദൈവം നമ്മളോട് ഉണ്ട്. അങ്ങനെ അത് കണ്ടാണ് പിന്നെ ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഇതുവരായിട്ട് ആക്ഷൻ എടുത്തിട്ട് FIR പോലും ഇട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളകുമാര് വെച്ചുകൊണ്ടാണ് പിന്നെ FIR ഇട്ടത്. അങ്ങനെയാണ് എന്റെ കാര്യം. ഒരു കാര്യം ചോദിക്കട്ടെ, ഈ സിറ്റിയില് മറ്റ് ക്രിസ്തീയ സഭകളുണ്ടോ? മറ്റ് ക്രിസ്തീയ സഭകൾ എന്ന് പറഞ്ഞാല് കാത്തലിക്സിന്റെ ഒരു സ്കൂളുണ്ട്, സഭയായിട്ടൊന്നും ചർച്ചയായിട്ടില്ല, കാത്തലിക്സിന്റെ സ്കൂളുണ്ട്. പിന്നെ ഇമ്മാനുവൽ മിഷന്റെ ഒരു സ്കൂളുണ്ട്. പിന്നെ ചർച്ചക്കൂടിന്റെ ഒരു ചെറിയ പ്രവർത്തനമുണ്ട്. പിന്നെ 1-2 എല്ലാം വീടുകളിലൊക്കെ അവരൊക്കെ അത് അടച്ചു കൂട്ടി ഇപ്പം പ്രശ്നം വന്നപ്പോൾ. ഇവർ ഓൾറെഡി പറഞ്ഞു, അനൗൺസ് ചെയ്ത് പറഞ്ഞു, ഇവിടെ 7 സാത്ത് ജഹാപ്പെ ചലറെ സബ്സെ ബഡ ये हम यहाँ से शुरू कर रहे എന്ന് പറഞ്ഞ് അവർ അനൗൺസ് ചെയ്തായിരുന്നു ഇവരുടെ ജാഥ വന്നപ്പോൾ. അതുകൊണ്ട് ബാക്കിയുള്ള വീടുകളിലൊക്കെ ഉള്ളവരെല്ലാം നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇരിക്കുന്നു. അവിടുത്തെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതോ എല്ലാവരും നമുക്കെതിരാണോ? രാഷ്ട്രീയ പാർട്ടി വന്ന കോൺഗ്രസിന്റെ MP എൻ്റെ അടുത്ത് ചർച്ച വന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ പുള്ളിയുടെ തല കൈവച്ച് പ്രാർത്ഥിച്ച് വിട്ടതാണ്. നല്ല രീതിയിൽ ജയിച്ചു. പക്ഷേ ഈ പ്രശ്നമായ ഞങ്ങളോട് എപ്പോഴും ഉണ്ടെന്നൊക്കെ പറയും, MLA ഉണ്ട്, പക്ഷേ ഈ പ്രശ്നം വന്ന് വിളിച്ചിട്ട് അവരാരും ഫോൺ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. അതൊന്നും എന്റെ വിഷയമുള്ള കാര്യമല്ല, അവർക്ക് ഭരണമില്ലാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ കോൺഗ്രസിലെ MP ഒക്കെ ഞാൻ നല്ല കണ്ടീഷനായിരുന്നു, ടേംസ് ആയിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ ഞായറാഴ്ച മിനിഞ്ഞാന്ന് അവിടെ ആരാധന നടന്നോ? മിനിഞ്ഞാഴ്ച എന്നും പാസ്റ്റർമാരൊന്നും ഇല്ലായിരുന്നു, വിശ്വാസികൾ തന്നെ. മിനിഞ്ഞാന്ന് 250 വിശ്വാസികൾ വന്ന് അവർ തന്നെ ഇരുന്ന് പാട്ടുമൊക്കെ പാടി പ്രാർത്ഥിച്ചു. സ്റ്റേജിൽ ആരും കയറിയില്ല. അത് വക്കീൽ പറഞ്ഞ സ്റ്റേജിൽ കയറൊന്നും വേണ്ട, നിങ്ങൾ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ വന്ന്. അങ്ങനെ അവർ വന്നു, പാട്ട് പാടി പ്രാർത്ഥിച്ചു. വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥന നടന്നു, എല്ലാം നടക്കുന്നുണ്ട്, റെഗുലറായിട്ട് നടക്കുന്നുണ്ട്. ഞാനില്ലെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വിശ്വാസികൾ ഒന്നെല്ലാം ചെയ്യുന്നുണ്ട്. അച്ഛൻ്റെ ഇനിയിപ്പോ ഈ 14-ാം തീയതി ഇത് കഴിഞ്ഞാലേ അടുത്ത സ്റ്റെപ്പ് എന്താന്നുള്ളത് തീരുമാനിക്കാൻ ഒക്കത്തുള്ളൂ.
ഇതിപ്പോ ഞാൻ വക്കീലിനോട് ഞാൻ നേതൃത്വം ഞങ്ങളുടെ AGNA ചെയർമാൻ രജനീഷ് ഒക്കെ പുള്ളി ഇപ്പൊ US-ലാണ്. പക്ഷെ ഇന്നും എന്നെ വിളിക്കും, വർത്താനം പറയും, അവരോട് ആലോചിച്ചിട്ട് പോകും. കാരണം ചിലപ്പോൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യാതെ ബെയിൽ കിട്ടത്തില്ലെന്നുണ്ടെങ്കിൽ പോയി അറസ്റ്റ് ചെയ്യണം. എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല. ഞാൻ എന്തിനും തയ്യാറായിട്ട് നിൽക്കുന്നത്, അങ്ങനെ നിൽക്കുന്നു. അവരാവശ്യപ്പെടുന്ന അനുസരിച്ച് ഞാൻ അവിടുന്ന് മാറി നിൽക്കുന്ന കാര്യത്തിൽ എനിക്കൊരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു. അപ്പം അന്നേരം അവിടുത്തെ ഒരു പാസ്റ്ററിനോട് പറഞ്ഞു, പാസ്റ്ററെ, യേശു ക്രിസ്തു പോലും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി എന്നൊരു വചനമുണ്ട്, അതുകൊണ്ട് പാസ്റ്റർ കുറച്ചിടത്തേക്ക് മാറി നിൽക്കുക. ഓക്കെ, അങ്ങനെയാണ് നിൽക്കുന്നത്. പിന്നെ ഇവർ പിടിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നിനെ പുറകെ ഒന്നായിട്ട് എന്തെങ്കിലുമൊക്കെ അലിഗേഷൻ കിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് വെയിൽ തരാതിരിക്കാൻ ശ്രമിക്കും മാക്സിമം. അപ്പം ഇതില്ലെങ്കിൽ ഞങ്ങളുടെ ചെയർമാൻ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മൾ ഹൈക്കോടതിയിൽ പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവരുടെ ഇതനുസരിച്ചിരിക്കും, ഇങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണ് ഞാൻ റിപ്പോർട്ടർ ചാനലുകാർക്ക് ഈ വാർത്തയൊന്ന് കൊടുത്തു. അത് ജസ്റ്റ് മനസ്സിൽ തോന്നിയതാണ്. കാരണം നമ്മളിങ്ങനെ അനങ്ങാതിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കൊടുത്തു. അത് അങ്ങ് വൈറലായി പോയി. കാരണം ഈ കന്യാസ്ത്രീകളുടെ പ്രശ്നം ഉണ്ടായ കൂടെ ഇതോടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ സകല ചാനലുകാരും എന്നെ വിളിച്ചു. ഞാൻ കൈരളിയിൽ ഇന്റർവ്യൂ കൊടുത്തു, ചർച്ചയ്ക്കിരുന്നു. സകല ആൾക്കാരും പറഞ്ഞു വളരെ ഇതായിട്ട്. ഈ കഴിഞ്ഞ ദിവസം സുജിയ പാർവതി റിപ്പോർട്ടിലെ ഇന്നലെ രാവിലെ ഒന്ന് വിളിച്ച് വെച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ കേരളക്കാരനാ, കേരളത്തിലെ ആരെങ്കിലും സംഘടനക്കാർ നിങ്ങളെ സഹായിച്ചു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആരും എന്നെ വിളിച്ചില്ല, ഞങ്ങളുടെ നോർത്ത് ഇന്ത്യക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, ആരും വിളിച്ചില്ല എന്ന് പറയുമ്പം അവരുടനെ ഭദ്രാസനത്തിന്റെ ഇതിന്റെ ഓർത്തഡോക്സിന്റെ പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളി വളരെ നല്ല രീതിയിൽ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് ഇത് കിട്ടുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അസംബ്ലീസ് ഓഫ് ഗോഡുകാരൊക്കെ ബന്ധപ്പെട്ടു, പലരും എന്നെ വിളിച്ചു, വർത്താനം പറയാനൊക്കെ തുടങ്ങി. ആര് ബന്ധപ്പെട്ടെന്നാലും കർത്താവിന്റെ കാര്യത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട് ജനമെല്ലാം. എന്നാലും ഓരോ ബാക്ക് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണല്ലോ. പിന്നെ ക്രിസ്ത്യൻ ഐക്യവേദി എന്ന് പറയുന്ന ഒരു സംഘടന ഞങ്ങളുടെ മീറ്റിംഗ് ഒക്കെ നടത്തുകയും ചെയ്തു, ഒരു ഐക്യദാർഢ്യമൊക്കെ പ്രഖ്യാപിച്ചു. 2 MP എന്നെ വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത്രയൊക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ നിൽക്കുന്നു. ഓക്കെ, ഇതുപോലുള്ള എതിർപ്പുകളോ കാര്യങ്ങളോ വേറെ എവിടെങ്കിലും ഈ കഴിഞ്ഞ ദീർഘവർഷങ്ങളിലെ സുവിശേഷ വേലയ്ക്കിടയിൽ ഉണ്ടായിട്ടുണ്ടോ? ഈ വർഷം തന്നെയാണ് പാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു പാസ്റ്റർ, മലയാളി പാസ്റ്ററാണ്. ആ പാസ്റ്ററെ ചർച്ച ഇതുപോലെ തന്നെ ബഹളം ഉണ്ടാക്കി. അവരുടെ FIR ഒക്കെ വന്നു. പിന്നെ അത് ജാമ്യമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇവരുടെ ഒരു ടാർജറ്റാണ്. കാരണം സാറേ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആന്റി കൺവേർഷൻ ബില്ല് ഇവിടെ മന്ത്രിസഭ പാസ്സാക്കി, പക്ഷെ ഗവർണർ സൈൻ ചെയ്തിട്ടുള്ളതാ എന്റെ അറിവ്. അപ്പൊ അത് സൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പിന്നെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്, മലപ്പൂരുണ്ടാക്കി, പാലിയിലുണ്ടാക്കി, അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. അപ്പൊ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ DYSPനോട് പറഞ്ഞു, തോമസ് ജി ഒരു 2-3 ആഴ്ചയൊക്കെ നിൽക്കും, സാരമില്ല, ഒന്നും. ഞാൻ ചെയ്യുന്ന അങ്ങനെ ഇതൊരു മീഡിയ അറ്റൻഷന് വേണ്ടി അവർ ചെയ്യുന്നതാണ് പറഞ്ഞു. അത് ശരിയാ, അതൊരു മീഡിയ അറ്റൻഷന് വേണ്ടി ചെയ്യുന്നതാണ്. ഇതിന്റെ കുറെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട്, അവർക്ക് ഈ വീഡിയോ എടുക്കണം, നമ്മളെ ഇത് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട്. അങ്ങനെ അത് പിന്നെ ഇതുവരെ ആരും വന്നിട്ടില്ല. ഇന്നലത്തെ സൺഡേയിൽ ആരോ ഒരാൾ വന്നൊരു വീഡിയോ എടുത്തൊന്നും ഇങ്ങനെ CCTV നോക്കിയപ്പം തോന്നി. പക്ഷെ വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം അവിടെ നിയമപരമായിട്ട് പോരാട്ടം. ഞാൻ അവരോടെല്ലാം പറഞ്ഞു, ഞങ്ങള് തിരിച്ചടിക്കുന്ന ആൾക്കാരും ഞങ്ങൾ വഴക്കുണ്ടാക്കുന്നവരൊന്നുമല്ല, ഞങ്ങളുടെ പ്രമാണം അതാണ്. 7 എടുത്തിട്ട് ക്ഷമിക്കാനാണ് ഞങ്ങളെ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. പിന്നെ നിയമപരമായിട്ട് ഞങ്ങൾ പോരാടും. അത് ഞാനല്ല, ഞങ്ങളുടെ സംഘടനകൾ പോരാടും. ഞങ്ങൾക്ക് അത് ജീവിക്കണ്ടേ, ഞങ്ങൾക്ക് ജീവിക്കാതിരിക്കാനൊക്കത്തില്ല. ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്യുന്നത്? അതുകൊണ്ട് ഞങ്ങൾക്ക് കായികാഭ്യാസമൊന്നുമില്ല. അപ്പം വേറെ ആൾക്കാർ എന്നോട് വന്നേച്ച് പറഞ്ഞു, ഭീം ആർമി എന്ന് പറയുന്ന ഒരു ആൾക്കാർ വന്നേച്ച് പറഞ്ഞ്, അങ്ങളൊരു വാക്ക് പറഞ്ഞാൽ മതി, ഇവര് ലാത്തി കൊണ്ട് വന്നാൽ ഞങ്ങൾ വാളും കൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്നും വേണ്ട, ആ ഒരു പരിപാടിയും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടി ആരും പറയണം, നിങ്ങൾ വേഗം ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഇവരിങ്ങനെ നമ്മുടെ വേഴ്സിൽ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ നമ്മൾ ഇതിനൊന്നും പുറകെ പോകാൻ പറ്റത്തില്ല. ഈ ഭീം ആർമി അവിടെ വളരെ ശക്തമാണോ? ഭീം ആർമി അവിടെ ഉണ്ട്. ഭീം ആർമി അവിടെ മറ്റേ ആസാദ് സന്ദേശങ്ങളുണ്ട്. ഉണ്ട്. കാരണം അവര് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരല്ലേ, അവരുടെ ആൾക്കാരുണ്ട്. അവർ ഇവരുമായിട്ട് എപ്പോഴും ഉടക്കുന്ന പാർട്ടികളാ. അച്ഛന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞേ. എനിക്ക് 3 മക്കളാണുള്ളത്. എന്റെ മൂത്ത മോള്, അവർ രണ്ടുപേരും മക്കൾ 2 നേഴ്സുമാരാണ്. എല്ലാവരും വിവാഹിതരാണ്. എല്ലാവർക്കും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. മൂത്ത മോള്, അതാണ് ഇപ്പം റോബിൻ എന്ന് പറഞ്ഞ ആളെ വിളിച്ചല്ലോ, അതെ, സംസാരിച്ചില്ലേ? അതെ. റോബിന്റെ ഭാര്യ എന്റെ മൂത്ത മോള്. അവൾ ഓൾറെഡി ഇപ്പം മാൽഡീവ്സിലായിരുന്നു. വന്ന് M+ പാസ്സായിട്ട് ഇപ്പം കാനഡയ്ക്ക് പോകാൻ വേണ്ടി തയ്യാറാക്കി.
രണ്ടാമത്തെ മോൾ ഓൾറെഡി കാനഡയിലുണ്ട്. അവര് ഫാമിലിയായിട്ട് ടൊറോണ്ടോയിലാ. അവർക്ക് 3 മക്കള്. മൂത്ത മോൾക്ക് 2 മക്കൾ. ഇളയ മോനുണ്ട്. അവന്റെ വൈഫിന്റെ ഒരു ജോലിയുണ്ട് ജൽഗാവ്, മഹാരാഷ്ട്രയിൽ. അവിടെ ഒരു ക്രിസ്ത്യൻ ഒരു മ്യൂസിക് ടീമിന്റെ കൂടെ എന്റെ മോൻ വർക്ക് ചെയ്യുന്നു, അവരോട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയാണ്. അവന് 3 കുഞ്ഞുങ്ങളുണ്ട്. വൈഫിന്റെ പേര്? ഭാര്യ ഞാനും ഉണ്ട്. ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ജെസ്സി തോമസ്. ഈ സമയത്ത് നാട്ടിലില്ലായിരുന്നു, രാജസ്ഥാനിലായിരുന്നു. ഇന്നലെ വൈകിട്ട് എന്റെ ഭാര്യയും ജെസ്സിയും പിന്നെ എന്റെ മൂത്ത മോളോട് കൂടി ചർച്ചിൽ പോയി. ചർച്ചിലുണ്ട് ഇപ്പോൾ, അവിടെ ഉണ്ട്. കാരണം അതൊരു നല്ല സൈൻ അല്ല എനിക്കും തോന്നി. കാരണം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ പാസ്റ്റർ ഭാര്യയൊക്കെ ആയിട്ട് സ്ഥലം വിട്ടുന്നൊരു തോന്നൽ ഞങ്ങളുടെ വിശ്വാസികൾക്ക് ചിലർക്ക് ഉണ്ടാകത്തില്ല, എന്നാൽ പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് അവരവിടെ പോയി താമസിക്കുന്നു. അവരുടെ പേര് നേർച്ചയാറിൽ എന്റെ പേര് മാത്രമേ ഉള്ളൂ. എനിക്ക് പോകാൻ ഇപ്പോഴും തയ്യാറായിട്ട്, പിന്നെ നേതൃത്വമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഞാനൊന്ന് മാറി നിൽക്കുന്നേ ഉള്ളൂ. നാട്ടിലെ സ്വദേശം എവിടെയാ? സ്വദേശം കട്ടപ്പനയ്ക്കടുത്ത് ആലടി എന്ന് പറഞ്ഞ സ്ഥലം. ആലടി. ഓക്കെ ഓക്കെ. അവിടെ സഭാജനങ്ങൾക്ക് ഈ വിഷയത്തിൽ അവര് എങ്ങനെ ഭയപ്പെട്ടിരിക്കുകയാണോ, അതോ പിന്നെ സ്ട്രോങ് ആണോ, എങ്ങനെ ഉണ്ടാവും? അവർക്ക് ഒരു ഭയപ്പാടില്ല. അവർ എന്നേക്കാൾ സ്ട്രോങ് ആണ്. കോടതി വിളിക്കുന്നിടത്ത്, പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നിടത്തെല്ലാം അവർ പോകുന്നുണ്ട്. അവരെല്ലാം സ്ട്രോങ് ആണ്. അവരിപ്പോ ഒരു അറിവ് കിട്ടിയത്, ഞങ്ങളുടെ 7 പേരെ എന്റെ പോലീസ് വന്ന സമയത്ത് എന്റെ മൊഴി എടുക്കാൻ വേണ്ടി പോലീസ് വന്നപ്പോഴത്തേനും ഞങ്ങളുടെ അവിടെയുള്ള 7 പേരെ മാറ്റി നിർത്തി ഒരു മൊഴിയൊക്കെ വായിച്ച് കേൾപ്പിച്ചൊക്കെ സൈൻ ചെയ്തു. പക്ഷേ അതിനകത്ത് അവന്മാര് ഗ്യാപ്പ് ഇട്ട് ചന്തു എഴുതി ചേർന്നുള്ളതായി ഇപ്പൊ അറിവ് കിട്ടിയിരിക്കുന്ന വക്കീൽ പറഞ്ഞു. എഴുതിച്ചത് അങ്ങനെ ചെയ്യുമല്ലോ. അപ്പൊ അത്ര നമ്മളത്തെ കേരളത്തിൽ ശ്രദ്ധിച്ചല്ലോ. എന്റെയും മൊഴി എടുത്തായിരുന്നു. എനിക്കത്ര ഹിന്ദി വായിക്കാനും വായിക്കാറിയാന്നുണ്ടെങ്കിൽ ഇവർ എഴുതുന്ന വായിക്കാറിയാൻ വായിച്ച് ഞാൻ കേട്ടത് സൈൻ ചെയ്തേ. പക്ഷെ അതിനിടയ്ക്ക് ഇവന്മാര് എന്തോ തന്ത്രം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ മൊഴി എടുത്തവരെ മുഴുവൻ അവിടെ ചെന്നേച്ച് മജിസ്ട്രേറ്റിന് മുന്നേ പറയാൻ വേണ്ടിയാണ് വിളിച്ചോണ്ട് പോയത്, ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി. ഞങ്ങൾ അങ്ങനെയല്ലേ ബന്ധു. പക്ഷെ ആ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. ഇനി എന്തറിയത്തില്ല, നോക്കാം. ഇതെല്ലാം ചതിവും വഞ്ചനയാണല്ലോ. ഇവരൊന്നും അന്നാണെങ്കിൽ പ്രശ്നം ഉണ്ടായ അന്ന് ഒത്തിരി ചാനലുകാർ വന്നു. ചാനൽ 8 ഞങ്ങളുടെ രാജസ്ഥാനുള്ള പേപ്പറിൽ മുഴുവൻ ഞങ്ങളുടെ ഇതായിരുന്നു. ദോശാമേ ഹാൽച്ചാൽ എന്ന് പറഞ്ഞ ഭയങ്കര ഇതായിരുന്നു. അത് രണ്ടാമത്തെ ആഴ്ച വന്നു കഴിയുമ്പോൾ ഞാൻ ഒരു ചാനലുകാർക്കും ഇത് കൊടുത്തില്ല. കാരണം എന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ഇവര് ഭയങ്കരമായിട്ട് വേറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതാണ് തരം പരിവർത്തനം ചെയ്ത ആളെന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോ കാണിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളോട് യാതൊരു കോണ്ടാക്ട് എനിക്കൊണ്ട് എനിക്കൊന്നും വേണ്ട, ഞാൻ ആർക്കും ഒരു പൈസ തരത്തില്ല എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുത്തിട്ടില്ല. ചുമ്മാ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞവർ കാണിക്കും. അവരുടെ ആൾക്കാരല്ലേ, എന്ത് ചെയ്യും. ഓക്കെ ചാക്ക്, ഇന്ത്യയുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളിൽ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന നിരവധി ദൈവദാസന്മാരുണ്ട്, നിരവധി സഭകളുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. എനിവേ, ദൈവം ബലം തരട്ടെ, ശക്തി തരട്ടെ. അവിടെയുള്ള സഭയെ കർത്താവ് സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ വേലയെന്നുള്ള നിലയിൽ ദൈവിക പ്രവർത്തനങ്ങളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ വരുന്ന പ്രതിസന്ധികളെ നേരിടുവാനുള്ള ശക്തിയും കർത്താവ് നമുക്ക് തരുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടെ മുന്നോട്ട് പോകുവാൻ ശക്തി ഉണ്ടാകട്ടെ. പ്രാർത്ഥനയിൽ എല്ലാ ഹല്ലേലൂയയുടെ പ്രേക്ഷകരും പാസ്റ്റർ തോമസ് ജോർജിനും അദ്ദേഹത്തിൻ്റെ അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തിനും ലോക്കൽ സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മക്കൾക്ക് വിവാഹപ്രായമായോ? അവർക്കൊരു ജീവിത പങ്കാളിയെ അന്വേഷിച്ചു തുടങ്ങിയോ? നിങ്ങളെ സഹായിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. ഹല്ലേലൂയ മാട്രിമോണിയൽ ഏറ്റവും വിശ്വസ്തമായും ഏറ്റവും പെട്ടെന്നും നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ ദൈവഹിതപ്രകാരമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. എന്താണ് ഹല്ലേലൂയ മാട്രിമോണിയലിൻ്റെ പ്രത്യേകത? ഹല്ലേലൂയയ്ക്ക് എല്ലാ ദിവസവും 10-15 വാർത്തകൾ വരെ പ്രസിദ്ധീകരിക്കുന്ന ഒരു ഓൺലൈൻ സംവിധാനമുണ്ട്. ആ വാർത്തകളോട് കൂടെ നിങ്ങളുടെ മക്കളുടെ വിവാഹ പരസ്യം കൂടെ ഉൾപ്പെടുത്തുവാൻ സാധിക്കും. അങ്ങനെ ഇത് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകളിലേക്ക് വളരെ പെട്ടെന്ന് എത്തിച്ചേരുന്നു. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ആലോചനകൾ തിരഞ്ഞെടുക്കത്തക്ക നിലയിൽ ധാരാളം ഫോൺ കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയയ്ക്ക് കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രിൻ്റ് എഡിഷനുണ്ട്. എല്ലാ മാസവും 1-ാം തീയതിയും 15-ാം തീയതിയും ഹല്ലേലൂയ പത്രം പുറത്തിറങ്ങുന്നു. ആയിരക്കണക്കിന് വരിക്കാരിലേക്ക് അതെത്തുന്നു. ഈ പത്രത്തിലും ഈ മാട്രിമോണിയൽ പരസ്യം ഞങ്ങൾ ഉൾപ്പെടുത്തുന്നു. ഈ 2 സംവിധാനത്തിലൂടെ 10,000ങ്ങളിലേക്ക് നിങ്ങളുടെ മക്കളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിച്ചേരുമ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ ലഭിക്കുന്നു. ദൂരെ എങ്ങും പോകണ്ട. നിങ്ങൾ ഇതോടൊപ്പമുള്ള നമ്പറിലേക്ക് നിങ്ങളുടെ മക്കളുടെ പ്രൊഫൈലും ഫോട്ടോയും അയച്ചു തരിക. ഇന്ന് തന്നെ
ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ സാധിക്കും. വളരെ കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ മക്കൾക്ക് അനുയോജ്യമായ വിവാഹാലോചന കണ്ടെത്തുവാൻ സാധിക്കും. അത് കേരളത്തിൽ മാത്രമല്ല, ലോകമെങ്ങുമുള്ളവർക്ക് ഈ സംവിധാനം ഉപയോഗിക്കാവുന്നതാണ്.